എന്തുകൊണ്ട് മോഹൻലാൽ പരാജയപ്പെട്ടു? അത് കേരളത്തിലെ മിസ്റ്റേക്ക് ആയിരുന്നില്ല, അത് മോഹൻലാലിൻ്റെ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്കായിരുന്നു, അല്ലെങ്കിൽ ആ പടത്തിലെ നായകൻ്റെ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്കായിരുന്നു. ഞാൻ പാർട്ടിയുടെ ഇതിലല്ല പറയുന്നത്. ഇപ്പോഴത്തെ ബ്യൂറോക്രസി ആയാലും ശരി, മിനിസ്ട്രി ആയാലും ശരി, ഇൻവെസ്റ്റർ വരണം, കുറേ ജോലി സാധ്യതകൾ കൊടുക്കണം എന്ന രീതിയിൽ വെൽക്കമിങ് ആണ് കേരളം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഫുള്ളി ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതിന് സംശയമൊന്നുമില്ല. കാരണം കേരളത്തിലെ വർക്ക് ഫോഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ബ്രാൻഡ്സ് കേരളത്തിൽ വരുന്നതും, ഇത്രയും ഹോട്ടൽസ് കേരളത്തിൽ വരുന്നതും, ഇത്രയും ഹോസ്പിറ്റൽസ് കേരളത്തിൽ വരുന്നതും. ടെക്നോളജി അഡ്വാൻസ് ഇന്ന് തന്നെ നമ്പർ 1 എന്ന് ഞാൻ പറയുള്ളൂ. ഇന്ന് തന്നെ നമ്പർ 1 ആണ്. ഇന്ന് ലോകോത്തര രാജ്യങ്ങൾക്ക് വരെ ഒരു കടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ടെക്നോളജി ഇന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. കേരളത്തിലൊട്ടാകെയുള്ള 5 സ്റ്റാർ ഹോട്ടൽസിനെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇത്രയും 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് UK പോയിട്ട് ഒരു MRI എടുക്കണമെങ്കിൽ 6 മാസം കാത്തിരിക്കേണ്ടി വരും. കേരളത്തിൽ 6 മിനിറ്റ് വേണ്ട. യെസ്, കേരള ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി തന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ്. ആസ്റ്റർ ഇന്ത്യയുടെ ഫോർമർ വൈസ് പ്രസിഡന്റ്, കൂടാതെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ CEO ആൻഡ് ഡയറക്ടർ ഫർഹാൻ യസീൻ. വെൽക്കം. നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിനെ പറ്റി തന്നെ ചോദിച്ചു തുടങ്ങാം. നമ്മളെപ്പോഴും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത്. സോ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു സ്ട്രെങ്ത് എന്താണ്? നമ്മുടെ ഒരു വേ ഓഫ് ഫോർവേഡ്, നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങോട്ടാണ്? കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതിന് സംശയമൊന്നുമില്ല. കാരണം കേരളത്തിലെ വർക്ക് ഫോഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഹെൽത്ത് കെയർ ഫ്രറ്റേണിറ്റി ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. അത് ലോകമെമ്പാടും എടുക്കുകയാണെങ്കിൽ തന്നെയും ഏതൊരു വലിയ ഹോസ്പിറ്റൽസ്, ഇപ്പം UK ആയാലും US ആയാലും ന്യൂസിലാൻഡ് ആയാലും എല്ലാം മലയാളി ഡോക്ടേഴ്സ്, മലയാളി നഴ്സസിന് ഒരു പ്രത്യേകമായിട്ടുള്ള കുറച്ച് എണ്ണം കൂടുതലുണ്ടാവും. അതെന്താ വെച്ചാൽ കേരളത്തിലെ വർക്ക് ഫോഴ്സ് അത്രയും വലുതായതുകൊണ്ടും ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ഫോഴ്സ് നല്ലതായതുകൊണ്ട് എല്ലായിടത്തും അവർ അക്സെപ്റ്റഡ് ആണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ ബ്ലെസ്ഡ് ആണ്. പിന്നെ കേരളത്തിലെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് ഇന്ന് നമുക്ക് തല ഉയർത്തി പറയാം. കേരളത്തിലെ ഹോസ്പിറ്റൽസ്, അത് ഗവൺമെൻറ് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ, എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്കുണ്ട്, എല്ലാം അവൈലബിൾ ആണ്, എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് UK പോയിട്ട് ഒരു MRI എടുക്കണമെങ്കിൽ 6 മാസം കാത്തിരിക്കേണ്ടി വരും. കേരളത്തിൽ 6 മിനിറ്റ് വേണ്ട ഒരു MRI എടുക്കാൻ. 6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു MRI ബുക്കിംഗ് എടുക്കണം. അത്രയും റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് കേരള ഹെൽത്ത് കെയർ ഇന്നും ബ്ലെസ്ഡ് ആണ്. കേരളത്തിലെ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട്, കേരളത്തിലെ ആൾക്കാർക്ക് ഹെൽത്ത് കെയർ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ കേരളം എടുക്കുകയാണെങ്കിൽ 14 ജില്ലയുള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ഒറ്റ സിറ്റിയാണ് നമ്മൾ. കാരണം ഒരു സിറ്റിയിലുള്ളവരെ എല്ലാ സ്ഥലത്തും അതുപോലെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് കെയറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഗവൺമെൻറ് ആശുപത്രിയും അത്ര മികച്ചതാണ്, പ്രൈവറ്റ് ആശുപത്രി അത്ര മികച്ചതാണ്, മാൻ പവർ അത്ര മികച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതിനൊരു ഏകോപിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ, ഒരു എക്സ്പെർട്ടായ സ്വഭാവം. അതിൻ്റെ കേരളത്തിലെ ഒരു വളർച്ച എങ്ങനെയാണ് ശരിക്കും? കേരളത്തിൽ അത് ഏറ്റവും മാതൃകയായിട്ട് വളർത്തുന്നൊരു സ്ഥലമാണ്. കാരണം പ്രൈമറി കെയർ സെൻറ്റേഴ്സ് കേരളത്തിലുണ്ട്, സെക്കൻഡറി കെയർ സെൻറ്റേഴ്സും കേരളത്തിലുണ്ട്, ടെറഷറി ക്വാട്ടററി കെയർ സെൻറ്റേഴ്സും ഉണ്ട്. ക്വാട്ടററി കെയർ സെൻറ്റേഴ്സ് ഇന്ന് കേരളത്തിലെ ഒരുവിധം ജില്ലകളിലൊക്കെ വന്നു തുടങ്ങി. ഇന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റും അതേപോലെ കാർഡിയക് സർജറീസും ഒരുവിധം എല്ലാ ജില്ലകളിലും ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചില 1-2 ജില്ലകൾ ഇല്ലെങ്കിൽ തന്നെയും അയൽ ജില്ലകളിൽ അത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹെൽത്ത് കെയർ ഇക്കോ സിസ്റ്റം പ്രൈവറ്റിലും പബ്ലിക്കിലും പ്രൈവറ്റിലും ഒരേപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കോവിഡ് വന്നു, നമുക്കറിയാലോ, കേരള മോഡൽ ഓഫ് ഹെൽത്ത് കെയർ എന്ന് കോവിഡിന് ശേഷം പറയുകയുണ്ടായി. കോവിഡ് വന്നപ്പോഴത്തേക്ക് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് വർക്ക് ചെയ്യുമായിരുന്നു. അന്ന് നമുക്ക് ബെഡ്സ് ഷോർട്ട് ആയിരുന്നെങ്കിലും നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമായിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ശൈല ടീച്ചർ മാഡം ഒരു 24/7 ഒരു വർക്ക് ഫോഴ്സിനെ തന്നെ വെച്ചിട്ട് ഈ 2 സെഗ്മെൻറ്റ്സിനെ ഒരുമിച്ച് കൂട്ടി ചേർക്കുകയാണ് ചെയ്തത്, ഗവൺമെൻറ് സെക്ടർ പ്രൈവറ്റ് സെക്ടർ. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറൊക്കെ അവിടെയുണ്ട്, പക്ഷേ എപ്പോഴും ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഹെൽത്ത് കെയർ സെക്ടറിനെ. ഇപ്പോൾ അതിനോട് കൂട്ടി തന്നെ ചോദിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചർച്ചയാവുന്നൊരു കാര്യം കേരളത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയ ഒരു സംസ്ഥാനമാണോ എന്നതാണ്. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ എക്സ്പേർട്ട് എന്ന രീതിയിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഹെൽത്ത് കെയറിനൊക്കെ അത്രയും ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട ഒരു ഫീൽഡാണ്. അപ്പോൾ ഈ ഹെൽത്ത് കെയർ എക്സ്പേർട്ട് എന്ന രീതിയിൽ കൂടിയും അല്ലാതെ തന്നെ ഒരു വെഞ്ചറിസ്റ്റ് എന്ന കൂടിയും കേരളത്തിന് എങ്ങനെയാണ് ഒരു
ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയ ഒരു സംസ്ഥാനമാണോ? ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഞാനതിന് 2 തട്ടിലായിട്ട് ഉത്തരം പറയാം, 2 കീറി മുറിക്കുകയും ചോദ്യത്തിന്. ഒന്ന്, കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണോ? ഞാൻ ഒരുപാട് വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യെസ്, കേരള ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി തന്നെയാണ്. എന്നാൽ നമുക്കൊരു ഇമേജ് ഉണ്ട് ഔട്ട്സൈഡ് കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ഔട്ട്സൈഡ് കേരളത്തെ പണ്ട് കാണുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്നത് മാറി. ഇന്ന് അതല്ല സിറ്റുവേഷൻ. ഇന്ന് എല്ലാവർക്കും കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തേടി വന്നു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ അടക്കം PE ഫണ്ട്സ്, പബ്ലിക് ഇക്വിറ്റി ഫണ്ട്സ് കയറി വന്നു തുടങ്ങുന്നത്. അതേപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരെ കേരള ഹെൽത്ത് കെയർ മാത്രമല്ല മറ്റു ഇൻഡസ്ട്രീസിലും, ഇപ്പം ഹോട്ടൽ ഇൻഡസ്ട്രി ആയാലും ശരി, ട്രാവൽ ഇൻഡസ്ട്രി ആയാലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടമാനം വരുന്നുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നന്നായി വലുതാക്കുന്നതാണ്. ഒരുപാട് ജോലി സാധ്യതകളും അതുപോലെ നമുക്ക് മറ്റു ഇൻകം ജനറേറ്റിംഗ് സോഴ്സസും കൂടി ഇത് ഉണ്ടാകുന്നുണ്ട്. ഇനി ഇത് എന്തുകൊണ്ട് നമ്മൾ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നത്, ഒരു 1989 87 എന്തോ വരവേൽപ്പ് എന്ന സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൽ മോഹൻലാൽ ഗൾഫ് മോട്ടോഴ്സ് ബസ് വാങ്ങിക്കുന്നു, ഗൾഫ് മോട്ടോഴ്സ് സമരം ചെയ്യുന്നു, പരാജയപ്പെടുന്നു. അപ്പം നായകൻ പരാജയപ്പെടുമ്പോഴത്തേക്ക് എന്തായാലും പറഞ്ഞു ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണെന്ന രീതിയിൽ ഒരു ലേബൽ ഒട്ടിച്ച് ആ വരവേൽപ്പ് ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ്. അതെ, സത്യനന്ദികൾ സാറിൻ്റെ ആ ഒരു സിനിമ, അത് ഇത്രയും വർഷം 10-40 വർഷത്തിന് മുന്നേ ഇറങ്ങിയ ചിത്രയിൽ ഇത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വലിയ കാര്യമാണത്. കാരണം ആരുടെ മനസ്സിൽ നിന്ന് ആ കഥ പോയിട്ടില്ല. പക്ഷേ വരവേൽപ്പിനെ തന്നെ നമുക്കൊന്ന് പുനഃപരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാൽ പരാജയപ്പെട്ടു? അത് കേരളത്തിലെ മിസ്റ്റേക്ക് ആയിരുന്നില്ല, അത് മോഹൻലാലിൻ്റെ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ആ പടത്തിലെ നായകൻ്റെ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം അദ്ദേഹം ഗൾഫിൽ വന്ന് കുറേ പൈസ ഉണ്ടാക്കി, അദ്ദേഹം ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ടാണോ ആ നാട്ടിൽ ബസ് വയബിൾ ആവുമെന്ന് നോക്കിയിട്ടല്ല ബസ് വാങ്ങിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ പ്രശ്നം. 2, അദ്ദേഹം പ്രോപ്പർ പാർട്ട്നേഴ്സിനെ അല്ല വെച്ചിരിക്കുന്നത്, അദ്ദേഹം അങ്ങേരെ സുഹൃത്തുക്കളെയും ബന്ധുക്കൾ പറയുന്ന ആൾക്കാരെയൊക്കെ വേണം ജോലിക്ക് വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം അല്ല, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗവർണൻസ് അതിൻ്റെ അകത്തില്ല. 3, ഒരു വ്യത്യസ്തമായ രീതിയിൽ ആ ബസ് കൊണ്ടുവരാനോ അവതരിപ്പിക്കാനോ അദ്ദേഹം ഒന്നും ചെയ്തില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ബസ് ഓടുക എന്ന് മാത്രമാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. പരാജയപ്പെട്ടപ്പോഴത്തേക്ക് കേരളത്തിൽ സമരം വന്നു, കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മാറ്റി. പക്ഷേ അതല്ല സത്യം. സിനിമയിൽ നമുക്ക് ഒരു ആസ്വാദനമായ പ്രോഡക്റ്റാണ്, നമുക്ക് നന്നായി ആസ്വദിച്ചൊരു സിനിമയും കൂടിയാണ്. പക്ഷേ സിനിമ എന്ന ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സിറ്റുവേഷനിൽ സ്ട്രക്ചേർഡായിട്ടും ഒരു ഗവർണൻസ് പോളിസിയുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സും കേരളത്തിൽ തകർന്നു പോയിട്ടില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. കൊച്ചിയിൽ എടുക്കാം, അല്ലെങ്കിൽ കേരളം ഒട്ടാകെ എടുക്കാം. കേരളത്തിലൊട്ടാകെയുള്ള 5 സ്റ്റാർ ഹോട്ടൽസിനെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇത്രയും 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാവില്ല. ഹോസ്പിറ്റൽസിന് എണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ഏറ്റവും മുൻനിരയിലുള്ള ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ട്. ഇനി ഫെസിലിറ്റീസിന് സംവിധാനം എടുക്കുകയാണെങ്കിൽ അതും മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കുള്ള റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും ബാക്കിലോട്ടല്ല. അതേസമയം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കർണാടകയും തമിഴ്നാടും ഒക്കെ ആണെങ്കിൽ 1-2 സിറ്റീസ് ഉണ്ടാവും എല്ലാം ഉള്ളത്, പക്ഷെ ബാക്കി ബേറൻ ലാൻഡ് ആയിരിക്കും. കേരളം അതാണ് നമ്മൾ ഒറ്റ സിറ്റിയായിട്ട് കാണേണ്ടി വരും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഫുള്ളി ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ബേറൻ ലാൻഡ് കേരളത്തിൽ കാണാൻ വളരെ അപൂർവമേ ഉണ്ടാവുള്ളൂ. അപ്പം അതാണ് കേരളത്തിൻ്റെ ഒരു ഡിഫറൻസ്. കാരണം കേരളം അതുപോലെ ഇപ്പോൾ ബ്രാൻഡഡ് ആയാലും ശരി, എല്ലായിടത്തും ബ്രാൻഡഡ് ഷോറൂംസ് വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ ജില്ല പോലും ബ്രാൻഡഡ് ഷോറൂംസ് അവിടെയുണ്ട്. അപ്പം വികസനം കേരളത്തിൽ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ബ്രാൻഡ്സ് കേരളത്തിൽ വരുന്നതും, ഇത്രയും ഹോട്ടൽസ് കേരളത്തിൽ വരുന്നതും, ഇത്രയും ഹോസ്പിറ്റൽസ് കേരളത്തിൽ വരുന്നതും എല്ലാം കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ അല്ല എന്നൊക്കെ പറയാം തർക്കിക്കാൻ വേണ്ടി, പക്ഷേ അല്ല, സത്യം അതല്ല. ഇപ്പോൾ കിംസ് ഒക്കെ അടക്കമുള്ള ആശുപത്രികൾ പോലും കേരളത്തിലേക്ക് വലിയ രീതിയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആ ഒരു ഇത്രയും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അനുഭവപ്പെട്ടതൊക്കെ ശരിക്കും? ഞാൻ ജനിച്ചതും വളർന്നതും ബിസിനസ് ചെയ്തതും മുന്നോട്ട് പോയതൊക്കെ ഇവിടെ തന്നെയാണ്. എനിക്ക് കേരളം വിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാം സേവന പരിചയവും കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എൻ്റെ ആവശ്യം കൂടിയാണ്. അപ്പം ഞാൻ ആസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ വാസ് എൻ എംപ്ലോയി. അപ്പോൾ ആസ്റ്റർ വിടുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ശൃംഖലയുടെ ഭാഗമായിട്ട് ഒരു എംപ്ലോയർ ലെവലിലേക്ക് മാറണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സ്റ്റേക്ക് ഉണ്ടാകുന്ന ശൃംഖല ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നിട്ട് കേരളത്തിൽ ഏതാണ്ട് 10,000 കോടി രൂപയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്.
അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളിലും ആശുപത്രി ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 4 മാസം മുന്നേ കണ്ണൂരിൽ അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ശ്രീചന്ദ് ഹോസ്പിറ്റൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയും അതിന്ന് കിംസ് ശ്രീചന്ദായിട്ട് അറിയപ്പെടുകയും ചെയ്തു. ഈ 4 മാസം കൊണ്ട് ഡാവിഞ്ചി എക്സ്ഐ റോബോട്ടിക് സർജറി ഫെസിലിറ്റി കണ്ണൂരിൽ നമ്മൾ കൊണ്ടുവന്നു. അപ്പം ഈ ഡാവിഞ്ചി എക്സ്ഐ വടക്കൻ കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ജില്ല മുതൽ കാസർഗോഡ് ജില്ല ഓരോ ഹോസ്പിറ്റലും ഡാവിഞ്ചി പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഹോസ്പിറ്റലും ഡാവിഞ്ചി എക്സ്ഐ ഇല്ല. അപ്പോൾ അത് കണ്ണൂരിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റി. ഇനി അതിൽ നമ്മൾ തീരുന്നില്ല. കണ്ണൂരിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ക്യാൻസർ ചികിത്സ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഇല്ല. മലബാർ ക്യാൻസർ സെൻ്റർ ഉണ്ടെങ്കിലും സ്വകാര്യ മേഖലയിലില്ല. അപ്പം അടുത്ത ബ്ലോക്ക് ക്യാൻസർ ബ്ലോക്ക് നമ്മൾ പണിയാൻ പോവുകയാണ്. അപ്പോൾ അതിൽ സ്പെക്റ്റ്, പെറ്റ് സ്കാൻ, ലിനാക്ക് തുടങ്ങിയ റേഡിയേഷൻ തെറാപ്പിയുടെ എല്ലാ സംവിധാനവും ഉണ്ടാകും. ഇതൊന്നും. ഇനി അടുത്ത രണ്ടാമത്തെ ആശുപത്രി കണ്ണൂർ തുടങ്ങി നമ്മൾ ഏതാണ്ട് 3-3.5 മാസമായപ്പോൾ രണ്ടാമത്തെ ഹോസ്പിറ്റൽ നമ്മൾ ഏറ്റെടുത്തു. അത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, അവിടെ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലായ വല്യത്ത് നമ്മൾ ഏറ്റെടുക്കുകയും അതിൻ്റെ ഫേസ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു ഏപ്രിൽ പകുതിയോടുകൂടി കിംസ് വല്യത്തായിട്ട് അല്ലെങ്കിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പേരിൽ നമ്മളത് ലോഞ്ച് ചെയ്യും. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ആ ജില്ലയിലേക്ക് കൊണ്ടുവരിക, ട്രാൻസ്പ്ലാന്റ് അടക്കമുള്ള ഫെസിലിറ്റീസ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊണ്ടുവന്ന് ഇതും കണ്ണൂർ ഒരു കോട്ടണറി കെയർ സെൻ്റർ ആയിരിക്കും, കരുനാഗപ്പള്ളിയിൽ ഒരു കോട്ടണറി കെയർ സെൻ്റർ ആയിരിക്കും. മൂന്നാമത് ആശുപത്രി ഏതാണ്ട് ഡിസംബർ ജനുവരിയോടുകൂടി തൃശ്ശൂർ ജില്ലയിൽ വരും. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഇവിടെ നമ്മൾ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തും ഏതാണ്ട് 1000 ബെഡുള്ള ഹോസ്പിറ്റൽസാണ് വരുന്നത്. നമ്മൾ ഈ സാധാരണ പറയാറ് ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന ഓഫീസിൽ പോയി കയറി അവിടെ കൈക്കൂലി ചോദിക്കും, ഇന്ന സ്ഥലത്ത് പോയിച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ മുടക്ക് പറയും. അപ്പോൾ അതൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയിരുന്നു അല്ലേ? കേരളത്തിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും. ഇപ്പോഴത്തെ മിനിസ്ട്രി, അത് ഞാൻ പാർട്ടിയുടെ ഇതിലല്ല പറയുന്നത്, ഇപ്പോഴത്തെ ബ്യൂറോക്രസി ആയാലും ശരി, മിനിസ്ട്രി ആയാലും ശരി, ഇൻവെസ്റ്റർ വരണം, കുറേ ജോലി സാധ്യതകൾ കൊടുക്കണം എന്ന രീതിയിൽ വെൽക്കമിങ് ആണ് കേരളം. അപ്പോൾ ഈ വെൽക്കമിങ്ങിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ആ തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് ആക്ച്വലി നിങ്ങൾ വിശ്വസിക്കില്ല, ഒരു മിനിസ്ട്രി ലെവൽ തൊട്ട് താഴെക്കെട്ട് ലെവലിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഗ്രൂപ്പിലിട്ടാൽ അവർ ആക്ട് ചെയ്തോളാം എന്നുണ്ട്. ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സ് അവർ ചെയ്തു തരുന്നുണ്ട് കാര്യങ്ങൾ. നമ്മൾ പോലും അറിയേണ്ട പേപ്പർ വർക്ക്സ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ചെയ്യുന്നത് എത്തിക്കലി ചെയ്യണം, നിയമപരമായി കാര്യങ്ങൾ അനുസരിച്ച് ചെയ്താൽ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇതല്ലാണ്ട് ചെയ്ത സാഹചര്യങ്ങളിൽ ഇതൊക്കെ മാറും. അപ്പോൾ അതിൽ കേരളത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് കേരളം പോലുള്ള സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ വേറെ രീതിയിൽ ചോദിക്കാമെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ ഒരു മെഡിക്കൽ രീതി ഉണ്ടല്ലോ, അതായത് ഇത്രയും നല്ല സൗകര്യങ്ങൾ വരുന്നു, ആശുപത്രികളെല്ലാം വരുന്നു, ഇതിൻ്റെ ഒരു അപ്ലിഫ്റ്റിംഗ് പീരീഡ് എപ്പോൾ തൊട്ടാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കോവിഡിന് മുന്നോട്ട് തന്നെ കേരള അപ്ലിഫ്റ്റ്. കോവിഡിന് ശേഷം ഒരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഹെൽത്ത് കെയർ സെക്ടർ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ കോട്ടണറി കെയർ ഹോസ്പിറ്റൽ അതിന് മുന്നേ ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ ചെറുകിട ആശുപത്രികൾക്ക് ക്രിട്ടിക്കൽ കെയർ സംവിധാനം വേണമെന്നും അവിടെ എമർജൻസി മെഡിസിൻ വേണം, അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, ഇൻ്റർവെൻഷണൽ ഫെസിലിറ്റി ചെറുകിട ആശുപത്രിയിലേക്ക് വേണം എന്നുള്ളൊരു നിർബന്ധം വന്നത് കോവിഡിന് ശേഷമാണ്. അപ്പോൾ ചെറുകിട ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നൊരു കാര്യം കൂടി പറഞ്ഞില്ല, ചെറുകിട ആശുപത്രിയും ഈ വലിയ ആശുപത്രിയും തമ്മിലൊരു കൊളാബറേഷൻ ഉണ്ടാവും. ഈ കൊളാബറേഷൻ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും ഈ 20 കോടി 30 കോടിയുടെ എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അത് ഒരു വലിയ ആശുപത്രി ചിലപ്പോൾ ചെറിയ ആശുപത്രിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കൊളാബറേറ്റീവ് മോഡലിലേക്ക് ഈ ബിസിനസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ് മുന്നോട്ട് പോകാം. ഇപ്പോൾ മറ്റൊരു കാര്യം ഇതിനോട് തന്നെ അനുബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ആളുകൾ എപ്പോഴും പറയും ഇന്നത്തെ കാലത്തൊക്കെ ഒരു ആശുപത്രി കടന്നു കഴിഞ്ഞാൽ കിടപ്പാടം വെക്കേണ്ട അവസ്ഥയാവും എന്നൊക്കെ പറയും. ശരിക്കും ഇത്തരം ഒരു മെഡിക്കൽ പൈസ എന്ന് പറയുന്നതും ഒരു ആവശ്യമാണ്, ചികിത്സ എന്ന് പറയുന്നതും ഒരാവശ്യം തന്നെയാണ്, തർക്കമേ ഇല്ല. ബട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു ചികിത്സ പ്രൊവൈഡ് ചെയ്യാൻ ഇന്നത്തെ കേരളത്തിൽ സാധിക്കുന്നുണ്ടോ? ഇന്ന് കേരളത്തിൻ്റെ നിങ്ങൾ മെഡിക്കൽ രംഗത്തെ അല്ലെങ്കിൽ ചികിത്സകളുടെ താരിഫ് റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ കുറവ് കേരളമാണ്. ഓക്കെ, അതൊരു പോയിന്റ്. ഞാൻ എൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കേരളത്തിലെ ഏത് ആശുപത്രി പോലും ഒരു സിംഗിൾ സ്റ്റെൻ്റ് ആൻജിയോപ്ലാസ്റ്റി 1,30,000 രൂപ അല്ലെങ്കിൽ 1,40,000 വരും.
അതേ ആൻജിയോപ്ലാസ്റ്റി ബാംഗ്ലൂരിൽ ചെയ്യുന്ന റേറ്റ്സും ചെന്നൈയിൽ ചെയ്യുന്ന റേറ്റ്സും ഹൈദരാബാദിൽ ചെയ്യുന്ന റേറ്റ്സും ഏതാണ്ട് 3.5-4 ലക്ഷം രൂപയ്ക്ക് പുറത്താണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസാണ്. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കേരളത്തിലായാലും തമിഴ്നാടായാലും ഹൈദരാബാദ് തെലങ്കാന ആയാലും സെയിം തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. പക്ഷേ താരിഫ് റേറ്റ് അത്രയും ഡിഫറൻ്റ് ആണ്. ഇനി എന്തുകൊണ്ട് കേരളത്തിൽ നമുക്കൊരു ഹെൽത്ത് കെയർ ഒരു ബേർഡൻ കോസ്റ്റ് സമയത്ത് കോസ്റ്റ് ബേർഡനായിട്ട് തോന്നുന്നു വെച്ചാൽ പ്രധാനപ്പെട്ട കാരണമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇൻഷുറൻസ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്. കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ കൊച്ചി പോലത്തുള്ള വലിയ സിറ്റിയിൽ മേ ബി ഒരു 30% ഇൻഷുറൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഓവറോൾ കേരള എടുക്കുകയാണെങ്കിൽ 10% താഴെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാരുള്ളൂ. അതിന് മെയിൻ റീസൺ ഇൻഷുറൻസ് അവയർനെസ് ഇത്രയെങ്കിലും വന്നത് കോവിഡിന് ശേഷം. അതിന് മുന്നേ അതില്ലായിരുന്നു. അല്ലെങ്കിൽ 10 ഒരു 4%, 5% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 10 ഉയർന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഒരു മാൻഡേറ്ററി ഇൻഷുറൻസ് കേരളം മാത്രം ഇന്ത്യയിലൊട്ടാകെ കൊണ്ടുവരണം. നമ്മൾ ഒരു ദിവസം 2 കോഫി കുടിക്കുന്നതിന് പ്രീമിയം പൈസ മാറ്റി വെച്ചാൽ ഇൻഷുറൻസിന് പ്രീമിയം അടയ്ക്കാനുള്ള കാശായി. ഈ നിരത്തിറക്കുന്ന എല്ലാ വാഹനവും ഇൻഷുർഡ് ആയിട്ടാണ് ഇറക്കുന്നത്. പക്ഷെ വാഹനം ഓട്ടിക്കുന്ന ആൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. അയാൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ ഈ വാഹനത്തിന് EMI അടയ്ക്കാൻ പറ്റും. ഇനി പൈസ ഉള്ളത് നോക്കിയിട്ട് എനിക്ക് വാഹനം വാങ്ങി എൻ്റെ വീട് വാങ്ങിക്കാം. പക്ഷെ എനിക്ക് അസുഖം വരുന്നത് എൻ്റെ പോക്കറ്റിലെ കാശിൻ്റെ കണക്ക് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാൻഡേറ്ററി ഇൻഷുറൻസ് എടുക്കണം. ഒരു വർഷം ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്ക് പോളിസിയിൽ ഒരു വർഷം ആകെ അടയ്ക്കേണ്ടത് 10,000 രൂപയായിരിക്കും. അതിനെ മാസം ഡിവൈഡ് ചെയ്താൽ ഒരു 1000 രൂപയ്ക്ക് വരുന്നുള്ളൂ, അല്ലെങ്കിൽ 800 രൂപ വരുന്നുള്ളൂ. 800 രൂപ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് മാറ്റി വെക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നും ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമാക്കി വെച്ച് നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു, 500, 600, 1000 രൂപ ബില്ല് കൊടുക്കുന്നു. ആ ഒരു നേരത്തെ ഹോട്ടൽ ഭക്ഷണം മാറി അത് ഇൻഷുറൻസിന് വേണ്ടി മാറ്റി വെച്ചാൽ നന്നാവും. അതൊരു കാര്യം. 2, വെൽനെസ്സിലേക്ക് പ്രാധാന്യം. കേരളത്തിൽ ഡിസീസ് ബേർഡൻ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഡിസീസ് ബേർഡൻ കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവയർനെസ് ഉണ്ടാവാം, ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ അസുഖമുണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ വെൽനെസ്സിലേക്ക് നമ്മൾ ശ്രദ്ധ തീരെ വെക്കുന്നില്ല. മെട്രോസിലൊക്കെ കുറച്ചുണ്ടാവും. ഇപ്പോൾ ജിമ്മൊക്കെ വന്ന് കുറേ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കൾച്ചർ ആൾക്കാരിലേക്ക് വന്നിട്ടുണ്ട്, ഡയറ്റ് കൾച്ചേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ കേരളത്തിലെ സിനാരിയോ എടുക്കുകയാണെങ്കിൽ പ്രോപ്പർ എക്സസൈസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് പുറകോട്ടാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും, നമ്മൾ ചോറാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹം. നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ഏറ്റവും നന്നായിട്ടുള്ള നോൺ വെജ് കഴിക്കും. അപ്പോൾ ചോറിനൊപ്പം തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ നോൺ വെജും കഴിക്കും. ഇതെല്ലാം നമ്മൾ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതും നമ്മൾ കുറേ മാറ്റം വരുത്താനുണ്ട്. നമ്മൾ കുറേ കൂടി ഹെൽത്ത് ചെക്കപ്പ്സ് ചെയ്യണം. അസുഖം വരാണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. വെൽനെസ് ഇൻഷുറൻസ് എടുക്കുക. ഇത് രണ്ടും ചെയ്താൽ കേരളത്തിൽ നമ്മളിനി ഫോക്കസ് ചെയ്യുന്ന അത്തരം കാര്യങ്ങളാണ്. കാരണം അസുഖമായ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഒരു സ്റ്റേറ്റ് സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുള്ളൂ. സ്റ്റേറ്റിലെ ഹെൽത്ത് കെയർ സെക്ടർ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഒരു ക്രിട്ടിക്കൽ ഇവൻറ്റ് അഡ്രസ്സ് ചെയ്യാനുള്ള സ്ഥലമാണ് ആശുപത്രി. ചെറിയ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു മെഡിക്കൽ ഡിസിപ്ലിൻ നമുക്ക് കുറച്ചുകൂടി വേണമെന്നാണ്. അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു അസുഖം വന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, അവിടെ ഇരുന്നേക്കാമെന്ന് വിചാരിക്കും. ചിലവരെന്ത് ചെയ്യും, പേരിനെങ്കിലുമൊക്കെ കാണിക്കും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് മാറി വരണം അല്ലേ. അസുഖം വന്നാൽ കേരളത്തിൽ തീർച്ചയായും കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം ആൾക്കാർക്ക് അവയർനെസ് കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ അസുഖം വരാതിരിക്കാനുള്ള സ്റ്റെപ്പ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എടുത്തു വരുന്നുണ്ടെങ്കിലും ഈ പഴയ ഒരു 40 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർ പൂർണ്ണമായിട്ട് അതിലായിട്ടില്ല. അവരാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ന്യൂ ജനറേഷൻ അഥവാ ജെൻസി, ജെൻ ആൽഫ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മളൊരു ട്രെൻഡ് കാണുന്നത് എന്താ വെച്ചാൽ, ഇവർ മയക്കുമരുന്നിന് വല്ലാണ്ട്, ഡ്രഗ്സിനും വല്ലാണ്ട് അടിമയാവുന്നു. അതവർ ആരോഗ്യത്തെ ബാധിക്കും. അത് കേരളത്തിൽ ഒരുപാട് കാണുന്നുണ്ട്. ഈ റീസെൻ്റ്ലി നമ്മളത് ഇപ്പോഴത്തെ റാഗിങ് ന്യൂസും ഇതെല്ലാം വരുമ്പോൾ അത് റീസെൻ്റായിട്ട് കാണുന്ന പുതിയൊരു സംഭവമാണ്. അത് ആക്ച്വലി നമ്മുടെ കൾച്ചറിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങളും ആരോഗ്യ പ്രവർത്തകർ എന്ന രീതിയിൽ നമ്മളും ഒരുമിച്ച് ജനങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവരണം, മാറ്റണം എന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് പറഞ്ഞത് അക്യുറേറ്റ് ആണ്. കാരണം ഈ ഡ്രഗ്സിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇൻക്രീസിംഗ്ലി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചലഞ്ച്, ഒരു ഹെൽത്ത് കെയർ എന്നുള്ള രീതിയിൽ ആ സിസ്റ്റം എങ്ങനെയാണ് കോർഡിനേറ്റ്? ഇപ്പോൾ പുതുതായിട്ട് ഞാനൊരു പദ്ധതി ഉണ്ടാക്കിയെടുക്കുക. ഈ കഴിഞ്ഞ ദിവസത്തെ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വിഷമം തോന്നി. കാരണം റാഗിങ്ങിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയമായി വന്നിരിക്കുകയാണ്. ഇവരെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? അത് മാത്രമല്ല കുട്ടികൾ പാരൻസിനോട് ഇത് പറയാൻ വരെ മടിക്കുന്നുണ്ട്.
ഇപ്പോൾ പാരൻസിന് അറിയുന്നില്ല എന്താണ് എൻ്റെ കുട്ടി ആത്മഹത്യയുടെ കാരണം അറിയില്ല. ഇത് ഭയങ്കരമായൊരു സംഭവമാണ്. ഇവർക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ അതുപോലെ വായിക്കുകയാണ്. ഈ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് കുറേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി 8, 9, 10 നമുക്ക് എടുക്കാം. കാരണം അതാണ് ഒരു കരിയറിൽ എവിടെ പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ബേസിക് സ്ഥലം. അവിടെ നിന്നാണ് ഈ മുകളിലോട്ട് പോകുമ്പോഴാണ് ഇവർ പലതിലും പെട്ടുപോകുന്നത്. ഇവർക്ക് നല്ല കഴിവുള്ള കുട്ടികളാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നല്ല കഴിവുള്ള കുട്ടികളാണ്. അവർക്ക് വിവരം അതേപോലെ അപ്ഡേറ്റഡ് ആണ് അവരെല്ലാത്തിലും. ഇപ്പം ടെക്നോളജി ആയാലും ശരി, എന്തായാലും അവർ അപ്ഡേറ്റഡ് ആണ്. പണ്ടത്തെ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരെ പോലെ, നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള സമയത്ത് പോലെ ഒന്നും അല്ല. ഇപ്പം ഫുള്ളി അപ്ഡേറ്റഡ് ആണ്. പിന്നെ അവരോട് സംസാരിക്കുന്നതിന് അവർക്ക് എല്ലാ വിഷയങ്ങളെ പറ്റിയും അത്യാവശ്യം ബോധമുണ്ട് അല്ലേ. അപ്പം ഇവരിലേക്ക് എന്നാൽ ഇവർക്കൊരു ദിശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഹെൽത്ത് കെയർ രംഗത്ത് അടുത്ത 10 വർഷം, അടുത്ത 20 വർഷത്തേക്കുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരോഗ്യരംഗത്ത് ഇപ്പം ഇവരുടെ കാഴ്ചപ്പാട് ഡോക്ടർ, നഴ്സിനെ ഉണ്ടാവുള്ളൂ. അതിൽ മറ്റു ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്, മേഖലകളുണ്ടെന്ന് ഈ ഡോക്ടർ, നഴ്സും ആവാൻ ചെറിയ ആഗ്രഹം പ്രകടിക്കുന്നവർക്ക് എന്താണൊരു ഡോക്ടർ, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും മുന്നിൽ നിലയിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ അയാളുടെ ജീവിതാനുഭവം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇന്ന് നമ്മുടെ സിലബസിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇതിനു വേണ്ടിയുള്ള ഗൈഡൻസ് നമ്മുടെ ഫിനാൻസ് ഹെഡ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സാധ്യതകൾ, ഇനി അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹെൽത്ത് കെയറും ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഇതിലുണ്ടാവുന്ന സാധ്യതകൾ എടുക്കാൻ ഏതൊക്കെ മേഖലകളിൽ പഠിത്തം കൊണ്ടുപോകണം എന്ന രീതിയിൽ ഒരു സെഷൻ ഈ വരുന്ന വെക്കേഷനോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം നിങ്ങളുടെ ചാനൽ വഴിയായാലും നമുക്ക് ബന്ധപ്പെടാവുന്ന കാര്യമുള്ളൂ. ഒരു പൈസ നമ്മൾ വാങ്ങിക്കില്ല. ഇത് ഇവരിലേക്ക് കുറേ റോൾ മോഡൽസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ ഇന്ന് ഫർഹാനിയാസ് എന്ന വ്യക്തി ഡോക്ടർ പി ലളിത കാരണം ഇവിടെ എത്തിയെങ്കിൽ നാളെ എത്രയോ കുട്ടികൾ ഇതിൽ ഹെൽത്ത് കെയറിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരു വ്യക്തി റോൾ മോഡൽ ആയിക്കൂടാന്നില്ല. അങ്ങനെ ഒരു കുട്ടിയെങ്കിലും ഇതിൽ രൂപാന്തരപ്പെടുത്താൻ പറ്റിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിജയമാണ്. 2, ഈ കുട്ടികൾ ഈ ആശുപത്രി കാണണം എന്ന് ഞാൻ പറഞ്ഞു. ആശുപത്രി ബിൽഡിംഗ് അല്ല, ഈ രോഗികളെ കാണണം. അൾട്ടിമേറ്റ്ലി ഇതാണ് മനുഷ്യൻ. നമ്മൾ എത്ര വലിയ അഹങ്കരിച്ചാലും എന്തൊക്കെ ചെയ്താലും അവസാനം ആശുപത്രി കിടക്കുക, അല്ലെങ്കിൽ ആ കിടക്കയിൽ നമ്മൾ കിടന്നു പോകുന്നൊരു സാഹചര്യം വരും. അത് കാണുമ്പം ലൈഫ് എന്താണെന്നൊരു റിയാലിറ്റി ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാമെന്നൊരു കാര്യം. അപ്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എന്തൊക്കെ ഈ നെഗറ്റിവിറ്റീസാണ് അവന് വരാൻ പോകുന്നത്, നമ്മൾ അതിൻ്റെ റിയൽ എക്സാമ്പിൾസിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ഇവരുടെ മനസ്സിലതൊരു തോന്നൽ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം ചെയ്യുന്നത്. അപ്പോൾ അത് യങ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്യാപ്ഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അത് സ്കൂളും കോളേജുകളിലൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാൻ പവറിൻ്റെ കാര്യം തന്നെ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയറിൽ ഒരു മാൻ പവറിൻ്റെ ഒരു അപര്യാപ്തതയുണ്ടോ? കാരണം ഈ പുറത്തേക്ക് പോകുന്ന നഴ്സുകളും ഹെൽത്ത് കെയർ എക്സ്പേർട്സും ഒരുപാട് കൂടുതലുള്ള ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് വാർത്തകളിലൊക്കെ, അതായത് ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ഉള്ള ഡോക്ടർമാർക്ക് തന്നെ വളരെ സ്ട്രെസ്ഡ് ആണ് അവരെന്നൊക്കെ. സോ അതൊരു അപര്യാപ്തതയുടെ ഒരു വിഷയമാണ്. എനിക്കൊരു ഷോർട്ടേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എവിടെയാണ് ഷോർട്ടേജ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമുക്ക് നഴ്സസും ഡോക്ടേഴ്സും ഒരുപാട് പേര് പുതിയ ഇറങ്ങുന്നുണ്ട്. അതേപോലെ ഒരു ഡോറിൽ കൂടെ പുതിയ കയറുമ്പോഴത്തേക്ക് മറ്റു ഡോറിൽ കൂടെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുമുണ്ട്. പോയാൽ പറ്റും, വേറെ വഴിയില്ല. കാരണം അവർക്ക് കിട്ടുന്ന വരുമാനമൊന്നും ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം ചില ഫ്യൂച്ചറിൽ അത് പറ്റുമായിരിക്കും. അപ്പോൾ നഴ്സസ് ഒക്കെ കുറേ പോകുന്നുണ്ട്, ഡോക്ടേഴ്സ് അധികം കുറേ പോകുന്നില്ല, കുറേ പേര് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, റിട്ടൈൻ ചെയ്യുന്നു. പക്ഷേ എല്ലാവർക്കും തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ വർക്ക് ചെയ്യണം. വയനാടും കാസർഗോഡും ചിലപ്പോൾ വർക്ക് ചെയ്യാനൊരു മടി കാണിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ചിലപ്പോൾ ഷോർട്ടേജ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളം ഒരു വലിയ സിറ്റിയെ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലും മാറ്റം വരുന്നത്. അവിടുത്തെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി വലുതാവുന്നു, അവിടുത്തെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു. അപ്പം ഓട്ടോമാറ്റിക് പുതിയ ആൾക്കാർ പുതിയ ജില്ലകളിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് അങ്ങനെ ഷോർട്ടേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൾക്കാർ പുതിയ വന്നുകൊണ്ടിരിക്കുന്നത് അവൈലബിൾ ആണ്, റിസോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഒരു മലയാളികളുടെ ഒരു മെഡിക്കൽ കൾച്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൽ എന്തൊക്കെ ഇനിയും മാറണം എന്നാണ് ശരിക്കും താങ്കൾ ആഗ്രഹിക്കുന്നത്? മലയാളിയുടെ ഹെൽത്ത് കൾച്ചറിൽ ആദ്യം കയറേണ്ടത് ഇൻഷുറൻസ് എനിക്ക് പ്രധാനമാണെന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ പറഞ്ഞു. 2ാമത് ഞാൻ എൻ്റെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുമെന്ന് ഒരു തയ്യാറെടുപ്പിലൂടെ ഇറങ്ങണം.
40 വയസ്സിന് ശേഷം നിർബന്ധമായിട്ടും എല്ലാ വർഷവും ചെയ്യേണ്ട ഹെൽത്ത് ചെക്കപ്സ് കൃത്യമായിട്ട് ചെയ്യുക. എനിക്ക് അസുഖമൊന്നും ഇല്ലാണ്ട് വെറുതെ 10,000-3,000 രൂപ കളയണം എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റുക. അത് അസുഖം ഉണ്ടാക്കാൻ വേണ്ടിയില്ല, അസുഖം ഉണ്ടോ എന്ന് അറിയെങ്കിൽ നേരത്തെ അറിഞ്ഞ് ചികിത്സിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് സ്പാൻ നന്നായിട്ട് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വരുന്ന മാരക രോഗങ്ങൾ, അതായത് ഹൃദയാഘാതം, ക്യാൻസർ, ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ക്യാൻസർ കൂടുന്നു പറയുന്നത് ക്യാൻസർ കൂടാനുള്ള കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കഴിക്കുന്ന മറ്റു ജങ്ക് ഫുഡ്സ്, അതേപോലെ നമ്മൾ വ്യായാമമില്ലായ്മ ഓട്ടോമാറ്റിക്കലി ക്യാൻസർ കോശങ്ങൾ ശരീരത്തിലുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ക്യാൻസർ കുറവുള്ള കാര്യം എന്താ വെച്ചാൽ അവർക്ക് വ്യായാമം ഉള്ളതുപോലെ അവർ കുറച്ച് ഫുഡേ കഴിക്കാറുള്ളൂ. നമ്മൾ കഴിക്കുന്ന റൈസ് അവർ കഴിക്കാറേ ഇല്ല. അപ്പം ഇതൊക്കെയാണ് ഡിഫറൻസ്. അപ്പോൾ ആ ഫുഡ് ഹാബിറ്റ്സിലേക്ക് മാറ്റം വരുത്തണം. പിന്നെ മൂന്നാമത് നമ്മുടെ ഇപ്പോഴും ഏറ്റവും നല്ല കൾച്ചറാണ് നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ എപ്പോൾ കാണിക്കണം എന്നൊക്കെ ഉള്ള ഒരു ബോധം നമുക്കുണ്ട്. അത് പല സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിലുണ്ട്. അത് ഇനി വരും തലമുറയ്ക്ക് ഈ പറയുന്ന ഈ മയക്കുമരുന്ന് അടിമയാവുന്ന ഒരു തലമുറയിൽ നിന്ന് മാറ്റി കുറേയും കൂടി ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് തലമുറയെ സൃഷ്ടിക്കുക. അത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടി വരും. കാരണം അതിന് യൂത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. യൂത്തിനെ നേരെ വഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെയും കൂടിയാണ്. അപ്പോൾ ജെൻസി ജെൻ ആൽഫ ഒക്കെ പേരിൽ പറയുമെങ്കിലും ജെൻസി ജെൻ ആൽഫ ഒക്കെ ഒന്നും വളർന്നു വരുമ്പോൾ വലിയ ആൾക്കാരാവുന്ന സമയത്ത് ആ ഒരു അത് വളരരുത്, അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിലായാലും അതെ, നമ്മുടെ വീട്ടിൽ ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവർക്കും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും. നമുക്ക് എന്ത് ചെറിയ അസുഖം വന്നാലും ഡോക്ടറെ എന്ന് വിളിച്ച് ആ ഡോക്ടറെ വിളിക്കും. അതിപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് എന്ത് ഡിപ്പാർട്ട്മെൻറ്റും ആവട്ടെ, എല്ലാം ആവട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡോക്ടർ പേഷ്യൻ്റ് കൾച്ചറുള്ള ഒരു നാട് കൂടിയാണ് നമ്മുടെ നാടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലൊരു ടേക്ക് എന്താണ്? അല്ലാതെ തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. കേരളത്തിലെ കുടുംബ ഡോക്ടർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പണ്ട് സിനിമ കാണുന്ന ഒരു ഡോക്ടർ പെട്ടിയും തൂക്കി വീട്ടിൽ വരുന്നൊരു കൾച്ചർ ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാനൊക്കെ ഇപ്പോൾ ഹോം കെയർ ആയിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൾച്ചർ നല്ല കൾച്ചർ തന്നെയാണ്. ഡോക്ടർമാരെ കേരളം ബഹുമാനിക്കുന്നുണ്ട്, എന്നാൽ ചില സമയത്ത് കൈവെക്കുന്നുമുണ്ട്. അത് തെറ്റാണ്. അവരെ ഉപദ്രവിക്കരുത്. അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇനി ഡോക്ടർ പറയുന്നു മദ്യപിക്കരുത് എന്ന് വെച്ചാൽ രോഗി ചോദിക്കുമ്പോൾ ഡോക്ടർ മദ്യപിക്കാറുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തോട് മദ്യപിച്ചൂടാ എന്നൊരു ചോദ്യം ചോദിക്കുന്ന രോഗികൾ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഡോക്ടർ പറയുന്ന നല്ല കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ട് അത് പാലിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്താൽ കുഴപ്പമില്ല. അദ്ദേഹം ചെയ്ത് കണ്ട് എല്ലാം ശരി തലയാട്ടി പോകും, അപ്പുറത്ത് പോയി എല്ലാം മാറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ കൈവയ്ക്കുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പല സ്ഥലത്തു നിന്നായിട്ടും ഒരു മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെതായിട്ടുള്ള വാർത്തകളൊക്കെ ഒരുപാട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ശരിക്കും എന്താണ് അതിലൊരു പ്രായോഗികമായൊരു സംഭവം? ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എപ്പോഴും ജനങ്ങളത് ഇപ്പോഴത്തെ രീതിയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് അതിൻ്റെ. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു രോഗീനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ മോഡേൺ മെഡിസിൻ അനുസരിച്ചിടത്തോളം ഒരു വ്യക്തി മാത്രമല്ല തീരുമാനിക്കുന്നത്. അതിനൊരു മെഡിക്കൽ ബോർഡുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു ക്രിട്ടിക്കലായ പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ ടീം ഇൻവോൾവ് ആവും. അപ്പോൾ ഒരാളുടെ മാത്രം ഐഡിയയിലല്ല ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. പല ആൾക്കാരും ഉണ്ടാവും. ഇവരെ ഏകോപീകരിച്ച് ഇവരായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ. വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡറെ സംബന്ധിച്ചിടത്തോളം ഇവരിത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ അസുഖത്തിൻ്റെ കാഠിന്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് വരുന്ന സമയത്ത് പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പേഷ്യൻ്റ് കൂടെ ആൾക്കാർ ഡോക്ടറിൻ്റെ പിഴവാകുന്ന രീതിയിൽ, ഡോക്ടർ കൈപ്പിഴയാകുന്ന രീതിയിൽ ഡോക്ടറെ ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും സീൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു കൾച്ചറാണ്. പക്ഷേ ഇത് ആക്ച്വലി ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല. അത് മനസ്സിലാക്കേണ്ട പ്രവർത്തിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഇത് തെറ്റാണ്. കാരണം ഇത് നിയമപരമായി തന്നെ ഇപ്പോഴത്തെ നിയമം വളരെ സ്ട്രോങ് ആണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ആക്ഷൻ എടുക്കാനും അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനുമുള്ള എല്ലാ നിയമസഹായങ്ങളും ഉണ്ട്. അതേസമയം ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് അറിയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനുവേണ്ടിയാണ് ഇവർ ഡോക്ടേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മരുന്ന് എന്തിനാണ് മരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇനി ഈ എക്സ്പ്ലനേഷനിൽ ഇവർക്ക് തൃപ്തിയല്ല എന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർക്ക് ഇദ്ദേഹത്തിന് റിപ്പോർട്ട് വെച്ചിട്ട് ഒരു പിയർ റിവ്യൂവിനോ ഒരു സെക്കൻഡ് ഒപ്പീനിയനോ പോകാം. ഇനി സെക്കൻഡ് ഒപ്പീനിയൻ കിട്ടും അതിന് സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം അവർ കാണുന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡിൽ പോയി പരാതി രേഖപ്പെടുത്താം. പരാതി രേഖപ്പെടുത്തുമ്പം എല്ലാ ജില്ലയിൽ നിന്ന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്. ഗവൺമെൻറ് തലത്തിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറിൻ്റെ ഒരു ടീം തന്നെ ഉണ്ടാക്കി
ട്രീറ്റിംഗ് ഡോക്ടറെ അടുത്ത് വന്ന് പരിശോധിച്ച് ഇവിടുത്തെ ഫയൽ സീസ് ചെയ്യുകയും ഇതിൽ ട്രീറ്റ്മെൻറ്റ് നെഗ്ലിജൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കാനുള്ളൊരു ടീം അവർക്കുണ്ട്. അങ്ങനെ ഒരു തെറ്റുണ്ടെന്ന് നിർണ്ണയിച്ചാലാണ് അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആവുക. അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയ വഴി പോകുമ്പം അതൊരിക്കലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആയിട്ടല്ല ഇവർ പറയുന്നത്. എന്നാൽ പൊതുജനത്തിനിടെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കൂടുതൽ വഴിയൊരുക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. കാരണം എല്ലാം ഒരു ടീമായിട്ട് നിങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഇതിൻ്റെ യാതൊരു സയൻറ്റിഫിക് നോളജും ഇല്ലാണ്ട് പറയുന്നത് ശരിയല്ല. മെയിൻലി സയന്റിഫിക് നോളേജിന്റെ ഒരു അപര്യാപ്തതയാണ്. അതേസമയം ചെയ്യേണ്ട രീതി എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ നമ്മുടെ ഈ കൈത്തുമ്പിൽ വരുന്നതാണല്ലോ ഇന്നത്തെ ഹെൽത്ത് ഡാറ്റ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ സ്മാർട്ട് വാച്ചുകളിൽ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും, BP, പ്രഷർ, എല്ലാം നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ശരിക്കും അത്തരം ഒരു ഹെൽത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ശരിക്കും വിശ്വസനീയമായൊരു സംഭവമാണോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന സംഭവം തന്നെയാണ്. അത് മാറ്റമൊന്നുമില്ല. ഇപ്പം നമ്മളടക്കം അത് ഉപയോഗിക്കുന്നത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ അപ്ഡേറ്റഡ് ആണ് പല കാര്യങ്ങളും. അത്തരം വരുന്ന ഡാറ്റകൾക്ക് റിലയബിലിറ്റി ഉണ്ടോ? ഒരു പരിധിവരെ റിലയബിലിറ്റി ഇല്ല, ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ക്ലിനിക്കലി പ്രൂവൺ ആണ് പലതും. പക്ഷേ ഒരു പ്ലസ് ഓർ മൈനസ് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. നമുക്കൊരു അലേർട്ട് കിട്ടിയാൽ മതിയല്ലോ. അത് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിൽ മാത്രം റിലൈ ചെയ്തുകൊണ്ടിരിക്കരുത്. അലേർട്ടിന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ രാവിലെ ഓടാൻ പോകുന്നു, നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രത്തോളം ഒരേ ലെവലിൽ കൂടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഹാർട്ട് റേറ്റ് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ സഹായിക്കാൻ പറ്റും. അപ്പോൾ അത് എത്ര ഹാർട്ട് റേറ്റ് ആണ് ഞാൻ ഓടേണ്ടതെന്ന് ഡോക്ടറോട് പോയി ചോദിക്കാം. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ഓടാൻ പറ്റില്ല. അപ്പം ആ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മുൻകൂർ കണ്ടിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തരം ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളും, സോഷ്യൽ മീഡിയ എന്നല്ല മറിച്ച് പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഹെൽത്ത് ഡാറ്റ അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതും നമുക്കിങ്ങനെ ഓപ്പൺലി റിലയബിൾ ആക്കാൻ പറ്റുമോ? ഇപ്പം നമുക്ക് വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റ് ആപ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇട്ടാൽ അതിൻ്റെ കാലറി കൗണ്ട് വരും. നമ്മൾ ഈ വാച്ച് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇത് അഡ്ജസ്റ്റ് എത്ര കാലറി നമ്മൾ ബേൺ ചെയ്യുമെന്ന് പറയും. ഇത്തരം ഇൻഫർമേഷൻസും ഡേറ്റയും കളക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരം ആപ്പുകൾ നല്ലതാണ്. പക്ഷേ ഈ ഗൂഗിൾ മെഡിസിൻ എന്നൊരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ അസുഖം വരുമ്പം ഈ അസുഖത്തിന് ഏത് മരുന്ന് കഴിക്കണം നമ്മൾ തന്നെ ചിലപ്പോൾ ഗൂഗിളിലോട് വെച്ച് മരുന്ന് കഴിക്കാൻ പോയാൽ അത് ചിലപ്പോൾ തെറ്റിപ്പോകും. ഗൂഗിൾ സെർച്ചിലൊക്കെ പോയി അതെ, അത് റിസ്ക് എടുക്കരുത്. അത് നിങ്ങളൊരു മെഡിക്കൽ പ്രാക്ടീഷണറെ കാണിച്ചുകൊണ്ട് പോകണം. നിങ്ങൾക്ക് കൂടുതൽ വിവരം അതിനകത്ത് വേണം അസുഖത്തെ പറ്റി വേണമെങ്കിൽ യൂട്യൂബും ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതൊരു മെഡിക്കൽ പ്രാക്ടീഷണർ വഴി പോകണം എന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലൊരു ഗ്ലോബൽ എന്നല്ല നാഷണൽ രീതിയിൽ തന്നെ നോക്കാമെന്ന് വെച്ചിട്ടാണ്, ഒരു മെഡിക്കൽ ബൂം എന്നത് ഞാനിപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വിവിധതരം ആശുപത്രികൾ, ഇപ്പോൾ ചികിത്സകളിൽ തന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് വരുന്നുണ്ട് ഒരുപാട്. സോ ഞാൻ ചോദിക്കുകയാണ്, ഒരു ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ചികിത്സാ രീതിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കാണുന്നതൊക്കെ? ഇപ്പോൾ തന്നെ ചികിത്സാ രീതികളുടെ അഡ്വാൻസ്മെൻറ്റ് ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പണ്ട് ഒരു സർജറിക്ക് ഒരു ഓപ്പൺ സർജറി അത് മാറി താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിട്ട് മാറി. ഇന്ന് റോബോട്ടിക് ശസ്ത്രക്രിയയായിട്ട് മാറി. ഇനി നാളെ ഇതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് വരാൻ പോകുന്നത് അമേരിക്കയിലിരിക്കുന്ന സർജന് വേണമെങ്കിൽ നമുക്ക് കൊച്ചിയിലുള്ള ആശുപത്രിയിൽ പുള്ളി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് സർജറി ചെയ്യാം. അതാണ് ഇനി ഫ്യൂച്ചർ അഡ്വാൻസ്മെൻറ്റ് വരാനുള്ളത്. അതേപോലെ ഇപ്പം പുതിയ റീസെൻ്റ്ലി വരുന്ന MRI മെഷീൻസിന് സർജറി അവോയ്ഡ് ചെയ്ത് MRI തന്നെ ട്രീറ്റ്മെൻറ്റ്, MRI എന്ന് വെച്ചാൽ ഒരു ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയാണ്. അതിനൊരു ക്യൂറേറ്റീവ് മൊഡാലിറ്റിയും കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം പേഷ്യൻസിൻ്റെ ആശുപത്രി വാസം കുറയ്ക്കുക, അല്ലെങ്കിൽ ശരീരം കീറിയുള്ള കാര്യങ്ങളും കുറയ്ക്കുക. ഇതാണ് ഇതിനകത്ത് മെയിൻ ലക്ഷ്യം. ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് കുറേ മാറി വരുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെ ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നുള്ള ഫെസിലിറ്റി ഇപ്പം പുതുതായിട്ട് വന്നെങ്കിലും അതിൽ കുറേ പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സ്ട്രോങ് പ്രിസിഷനും മറ്റു അവയവങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ ശരി, ആശുപത്രി നമ്മളൊക്കെ പറയുമ്പോൾ ആശുപത്രി ഒരു ദേവാലയവും രോഗീനെ ഒരു ദൈവതുല്യമായിട്ട് കാണണം എന്നാണ്. കാരണം ആരും എത്ര സംവിധാനം ഉണ്ടാവട്ടെ, ഇനി നിങ്ങൾ ഈ ലോകത്തുള്ള കോടിക്കണക്കിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ കൊണ്ട് വെക്കുന്നു, എല്ലാം വെക്കുന്നു. പക്ഷേ മനുഷ്യനാണ് രോഗമായി വന്ന് കിടക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണുക, മനുഷ്യൻ്റെ വേദനകളെ മനസ്സിലാക്കണം. എമ്പത്തി എന്നൊരു വാക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റലാണെങ്കിലും മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മനുഷ്യനായി കണ്ടുകൊണ്ട് ശരീരത്തിൻ്റെ ടച്ചാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹ്യൂമൻ ടച്ചിലൂടെ തന്നെ രോഗിയും ഡോക്ടറും നേഴ്സും തമ്മിലുള്ള ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ നല്ലൊരു
പണ്ട് നമ്മൾ കണ്ടതുപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളതാണ്. ടെക്നോളജി ഒക്കെ വരും, അത് നമ്മളെ സഹായിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ എമ്പത്തിയും ആ പേഷ്യൻറ്റുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് പറഞ്ഞല്ലോ, ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു. കേരളം എവിടെയായിരിക്കും അടുത്ത വർഷങ്ങളിൽ? നമ്മുടെ നാടിനെ പറ്റി ഞാൻ ചോദിക്കാം. ടെക്നോളജി അഡ്വാൻസ് ഇന്ന് തന്നെ നമ്പർ 1 എന്ന് ഞാൻ നമ്പർ 1 ഇന്ന് തന്നെ നമ്പർ 1 ആണ്. ഇന്ന് ലോകോത്തര രാജ്യങ്ങൾക്ക് വരെ ഒരു കടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ടെക്നോളജി ഇന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ കൊണ്ടുവരാൻ, ഇപ്പോൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതും ഈ പറയുന്ന പുതിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ്. ഇപ്പോൾ MRIയിൽ നിന്നുള്ളതിന് നമ്മൾ ക്യൂറേറ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും കൊണ്ടുവരിക. അതുകൊണ്ടാണ് നമ്മൾ കണ്ണൂർ പോലത്തെ സ്ഥലത്ത് തന്നെ നമ്മൾ ഡാവിഞ്ചി എക്സ്റേ റോബോട്ട് കൊണ്ടുവന്നത്. അപ്പം അതിന് കോസ്റ്റ് നോക്കാതെയുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും വളരെ താങ്ക് യു, ഇത്ര നേരം നമ്മോടൊപ്പം സംസാരിച്ചത്. ഞങ്ങളുടെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. താങ്ക് യു. യെസ്.